ഹലോ, എല്ലാവർക്കും മൾട്ടോൺ വാട്ടർപ്രൂഫ് ഷോപ്പിൻ്റെ പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്ന് നിങ്ങളെ പരിചയപ്പെടുത്തുന്നത് റീറ്റൈനിങ് വാള്, അതുപോലെ തന്നെ സെല്ലാറ്, അണ്ടർഗ്രൗണ്ട് വാള്, ഇതിന് പുറം ഭാഗത്ത് വാട്ടർ പ്രൂഫ് ചെയ്യുന്ന മെറ്റീരിയൽസിനെ കുറിച്ചാണ്. ഇപ്പോൾ നമ്മൾക്ക് വാട്ടർ പ്രൂഫ് ചെയ്ത് ഫെയിലിയറായ സൈറ്റിലാണ് ഞങ്ങൾ വിളിച്ചേക്കുന്നത്. അപ്പോൾ അവിടെ വാട്ടർ പ്രൂഫ് ചെയ്യാനായിട്ട് ഞങ്ങൾ ഉപയോഗിക്കുന്ന മെറ്റീരിയലാണ് ക്രോസ്ലിംഗ് ഷീറ്റ്. ഞങ്ങൾ ആദ്യം വാട്ടർ പ്രൂഫിങ് അവിടെ ബിറ്റുമിൻ കോട്ട് കൊടുത്തതിന് ശേഷം അതിന് മേലെ ക്രോസ്ലിംഗ് ഷീറ്റ് നമ്മൾ അപ്ലൈ ചെയ്യുന്നുണ്ട്. ക്രോസ്ലിംഗ് ഷീറ്റ് അപ്ലൈ ചെയ്യുന്ന എന്തിനെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഒരു റിട്ടേണിംഗ് വാള് അല്ലെങ്കിൽ സെല്ലാറ് അല്ലെങ്കിൽ അണ്ടർഗ്രൗണ്ട് ഉള്ള വാള് ബിറ്റുമിൻ കോട്ടിങ് അല്ലെങ്കിൽ വാട്ടർ പ്രൂഫിങ് ചെയ്തതിന് ശേഷം അതിന് മേലെ ബാക്ക് ഫില്ല് ചെയ്യാറുണ്ട്. ബാക്ക് ഫില്ല് ചെയ്ത് മിക്ക സ്ഥലങ്ങളിലും ഡാമേജ് ആയിട്ട് വീണ്ടും എന്ത് ചെയ്യുന്നത്, ചെയ്ത ഫണ്ട് വേസ്റ്റായിട്ട് വീണ്ടും വെള്ളം നമ്മുടെ സ്ട്രക്ചറിലായിട്ട് പെനട്രേറ്റ് ഇറങ്ങി വരാറുണ്ട്. അപ്പം അത് നമുക്ക് പ്രിവെൻറ്റ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് അവിടെ ക്രോസ്ലിംഗ് ഷീറ്റ് യൂസ് ചെയ്യുന്നത്. തുടക്കത്തിൽ കണ്ടതുപോലെ സ്ട്രക്ചറിൽ ആദ്യമേ തന്നെ ക്ലയൻസ് വാട്ടർ പ്രൂഫിംഗ് ലിക്വിഡ്സ് അപ്ലൈ ചെയ്തിട്ടുണ്ടായിരുന്നു. അത് ഫുള്ള് ഫെയിലായിപ്പോയി. അപ്പോൾ നമ്മൾ ക്രോസ്ലിംഗ് ഷീറ്റ് കൊടുക്കുന്നതിൻ്റെ ഉപയോഗമെന്ന് പറയുന്നത്, സ്ട്രക്ചറിൽ നമ്മൾ ബാക്ക് ഫില്ല് ചെയ്യുമ്പോൾ മണ്ണ് വന്ന് വീണിട്ട് അതിനകത്തുള്ള കല്ലുകളും ചെറിയ ചെറിയ കല്ലുകൾ, തടിക്കഷ്ണങ്ങൾ, ഇങ്ങനെയുള്ള പീസസ് വന്ന് വീണ് നമ്മൾ സ്ട്രക്ചറിൽ കൊടുത്തേക്കുന്ന വാട്ടർ പ്രൂഫിംഗ് കോട്ടിങ് ഡാമേജായി പോവാതിരിക്കാൻ വേണ്ടിയിട്ടാണ് അവിടെ ഈ ക്രോസ്ലിംഗ് ഷീറ്റ് കൊടുക്കുന്നത്. അതുപോലെ തന്നെ നമ്മുടെ ഭിത്തിയിലേക്ക് ഇറങ്ങുന്ന വെള്ളത്തിന് ഒരു പരിധി വരെ നമ്മുടെ ക്രോസ്ലിംഗ് ഷീറ്റുകൾ പ്രിവെൻറ്റ് ചെയ്യുന്നുണ്ട്. കാരണം ഇതൊരു റബ്ബറൈസ്ഡ് പ്ലാസ്റ്റിക് മെറ്റീരിയലാണ്. അപ്പോൾ ഇത് നമ്മൾ ഉപയോഗിക്കുമ്പോൾ ബാക്ക് ഫില്ല് മണ്ണ് ചെയ്യുമ്പോൾ സ്ട്രക്ചറിന് ഡാമേജ് ഉണ്ടാക്കുന്നത് കുറയ്ക്കുന്നു. അപ്പോൾ ഈ വർക്ക് ഫിനിഷാകുന്ന വീഡിയോ ആണ് നിങ്ങൾ കാണുന്നത്. കൂടുതലായിട്ട് അറിയണമെങ്കിൽ ചൂടെ കാണുന്ന നമ്പറിൽ കോൺടാക്റ്റ് ചെയ്യുക. ഓക്കെ, താങ്ക് യു.